ഡാനിലേക്ക് തന്നെ പോകേണ്ട മറ്റൊരു വാർത്ത. സച്ചിൻ ദേവ് എംഎൽഎക്കും മേയർ ആര്യ രാജേന്ദ്രനും ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കണമെന്ന ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ കോടതിയിൽ ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 3 ഹർജി പരിഗണിക്കുന്നത്. സമാനമായ മറ്റൊരു ഹർജിയിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ കന്റോൺമെന്റ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഡാൻ ഇങ്ങനെ കേസെടുത്തൊരു പശ്ചാത്തലം സമാനമായ ആവശ്യം തന്നെയാണ് യദുവിൻ്റേതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ ഹർജി നിലനിൽക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? സ്വാഭാവികമായി അത്തരത്തിലൊരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാകാൻ സാധ്യത. കാരണം ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഈ KSRTCയുടെ വാഹനത്തിന് കുറുകെ ആ സ്വകാര്യ വാഹനം നിർത്തിയിട്ട് പൊതുഗതാഗതത്തിന് യാത്രാ തടസ്സം സൃഷ്ടിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് യദു നൽകിയ ഹർജിയിൽ, കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ ഹർജിയിൽ പരിഗണിച്ചത്. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് മേയർക്കും ഭർത്താവും സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. സമാനമായ പരാതി തന്നെയാണ് ഇന്നും, ഹർജി തന്നെയാണ് ഇന്നും കോടതി പരിഗണിക്കുന്നത്. സ്വാഭാവികമായി അതും അത്തരമൊരു നടപടിയിലേക്ക് തന്നെ നീങ്ങാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കങ്ങൾ എന്താകും എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മേയർ അടക്കമുള്ളവർ മൊഴി രേഖപ്പെടുത്തുമോ, സച്ചിൻ ദേവ് MLA ഉൾപ്പെടെ വിളിച്ചു വരുത്തുമോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് അറിയാനുള്ളത്. പക്ഷേ ആരോപണം പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. യദുവിനെ അനുകൂലിച്ചും മേയറെ അനുകൂലിച്ചുകൊണ്ടും 2 ചേരിയിൽ നിന്നുകൊണ്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. പക്ഷേ ഇതിനോടകവും മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പോലീസ് നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി. മെമ്മറി കാർഡ് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ എന്താണെന്ന് അപ്പോൾ സംഭവിച്ചത്, മേയർ പറയുന്ന കാര്യങ്ങളിലെ വസ്തുത എത്രത്തോളമാണ് എന്ന കാര്യത്തിലേക്ക് ഒരു കൃത്യമായ ബോധ്യം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കമാണ് തമ്പാനൂർ പോലീസും കന്റോൺമെന്റ് പോലീസും ഒക്കെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, റൈറ്റ്. എന്തായാലും മേയർക്കും അതോടൊപ്പം തന്നെ MLAക്കും എതിരെ കേസെടുക്കണം എന്നായിരുന്നു KSRTC ഡ്രൈവർ യദുവിന്റെ ആവശ്യം. സമാനമായ തരത്തിലുള്ള ഒരു ഹർജി അഡ്വക്കേറ്റ് ബൈജു നോയൽ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിന്മേൽ ഏത് തരത്തിലുള്ള വിധി വന്നാലും അത് അത്രമേൽ പ്രധാനപ്പെട്ടതാകില്ല. പക്ഷേ മെമ്മറി കാർഡ് കാണാതായതിൽ ഇനിയും കൂടുതൽ ആളുകളുടെ മൊഴിയെടുക്കേണ്ടി വരും. ആരാണത് മാറ്റിയത് എന്നത് അറിയേണ്ടതുണ്ട്. ഒപ്പം യദുവിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ തിരക്കിലാണ് കേരള പോലീസ്. പ്രത്യേകിച്ച് ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഇതിനു മുമ്പും ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം മണിക്കൂറുകളോളം ഡ്രൈവിങ്ങിനിടെ ഫോണിൽ സംസാരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുമ്പോൾ തീർച്ചയായും അത് യദുവിൻ്റെ ജോലിയെ തന്നെ ബാധിക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ.